ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മളെ 16th ക്വസ്റ്റ്യൻ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്ന ലെസൺ ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. ദ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ഇൻ എയർ falls from 40 degrees Celsius to 24 degrees Celsius in 4 minutes. The temperature of air is 16 degrees Celsius. The temperature of the body in the next 4 minutes will be എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ബോഡീൻ്റെ ടെമ്പറേച്ചർ T1 എന്ന് പറയുന്ന വാല്യൂന്ന് T2 ആവുന്നു ഇൻ T seconds or T minutes എത്രയാവട്ടെ. സറൗണ്ടിങ് ടെമ്പറേച്ചർ T0 ആണെങ്കിൽ നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പഠിച്ചത് T1 മൈനസ് T2 ഡിവൈഡ് ബൈ T ഇസ് ഈക്വൽ ടു K ഇൻറ്റു T മൈനസ് T0 എന്നാണ് അല്ലേ. ഈ T എന്ന് പറയുന്നത് ഈ രണ്ട് ടെമ്പറേച്ചർ T1 T2ൻ്റെ ആവറേജ് ആണെന്ന് നിങ്ങൾ പഠിച്ചു. T1 പ്ലസ് T2/2 ആണ് ആ T എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസിൽ ആ ഡാറ്റ നമ്മൾ തന്നിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് കേസ് നോക്ക് അല്ലേ. T1 40 T2 24 ആ ടൈം തന്നിട്ടുണ്ട് അല്ലേ. T0 16 തന്നിട്ടുണ്ട്. എന്തിനൊക്കെ അപ്പോൾ K കണ്ടുപിടിക്കാൻ നമുക്ക് അല്ലേ. അപ്പോൾ നിങ്ങൾ 40 മൈനസ് 24 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു K ഇൻറ്റു ഈ രണ്ട് ടെമ്പറേച്ചറിൻ്റെ ആവറേജ്. അപ്പോൾ T എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് വരിക? 40 പ്ലസ് 24/2 64/2 എന്ന് പറയുന്നത് 31 എന്നാണ് വരിക അല്ലേ. അപ്പോൾ ഇത് 31 അല്ല 32 അല്ല 64/2 അല്ലേ. 32 മൈനസ് 16 എന്ന് വരും അല്ലേ. എടാ 40 മൈനസ് 24 എന്ന് പറഞ്ഞാൽ 16 അല്ലേ ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു K ഇൻറ്റു 16 എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ ആ 16 കട്ട് ചെയ്ത് പോയി K ഈക്വൽ ടു 1/4 നീട്ടിയില്ല നമുക്ക് അല്ലേ. ഇത് സെക്കൻഡ് കേസ് എടുക്കുക. എന്താണ്? ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ഇൻ ദ നെക്സ്റ്റ് 4 seconds വിൽ ബി അല്ലെ 4 minutes വിൽ ബി അല്ലേ. ആദ്യത്തെ 4 minutes 40 24 ആയി. അപ്പോൾ ഇപ്പോൾ 24 ആണ് അല്ലേ. അടുത്തൊരു 4 minutes കഴിഞ്ഞാൽ എത്രയാവുന്നല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളെ സെക്കൻഡ് കേസ് നിങ്ങൾ എടുത്താൽ സെക്കൻഡ് കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇനീഷ്യലി ഉള്ള നമ്മളെ ടെമ്പറേച്ചർ T1 എന്ന് പറയുന്നത് 24 ആണ്. ആ T2ൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ആ ടൈം 4 തന്നിട്ടുണ്ട് ഈക്വൽ ടു ആ K എന്ന് പറയുന്നത് 1/4 ആണ് ഇൻറ്റു ഈ രണ്ട് ടെമ്പറേച്ചറിൻ്റെ ആവറേജ് 24 പ്ലസ് T2 ഡിവൈഡ് ബൈ 2 മൈനസ് 16 ഇങ്ങനെയല്ലേ വരിക. ഈ 4 കട്ട് ചെയ്താൽ നമ്മൾ അല്ലേ. അപ്പോൾ 24 മൈനസ് T2 ഈക്വൽ ടു ഇതും കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 24 പ്ലസ് T2 മൈനസ് 32 ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് വരും അല്ലേ. ആൻസറായി. ഈ 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ആ 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലേ 2 നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് മക്കളെ കിട്ടുക? സി 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 48 അല്ലേ. 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. രണ്ടാളെയും മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. മൈനസ് 2 T2 ഇസ് ഈക്വൽ ടു 24 മൈനസ് 32 മൈനസ് 8 വരും അല്ലേ. അപ്പോൾ T2 മൈനസ് 8 എന്ന് വരും. ഓക്കെ ഒരു കാര്യം ചെയ്യാം. ഈ മൈനസ് 2 T2 ഇല്ലേടാ, ഈ മൈനസ് 2 T2 അപ്പുറത്തേക്ക് എടുക്കുക, മൈനസ് 8 അപ്പുറത്തേക്ക് എടുക്കുക അല്ലേ. അപ്പോൾ 48 പ്ലസ് 8 ഈക്വൽ ടു 2 T2 പ്ലസ് T2 എന്ന് വരും അല്ലേ. അപ്പോൾ 3 T2 ഈക്വൽ ടു 56 എന്ന് വരും. അപ്പോൾ T2 എന്ന് പറയുന്നത് 56 ഡിവൈഡ് ബൈ 3 എന്നാണ് വരിക അല്ലേ. അപ്പോൾ നമ്മളെ ആ സെക്കൻഡ് കേസിൽ ആ ഫൈനൽ ടെമ്പറേച്ചർ എത്രയാ? 56 ഡിവൈഡ് ബൈ 3 ആണ്. സോ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. ഓക്കെ.